നമസ്കാരം. ലേണിംഗ് ഹബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തണം. ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. എന്നാലേ ഞാൻ ക്ലാസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുകയുള്ളൂ നോട്ടിഫിക്കേഷൻസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ, ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ, ഡൗട്ട്സോ ക്ലാസ്സുകളോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഞാനത് തുടർന്നുള്ള വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പം ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി വരെയാണ് നമ്മൾ പഠിച്ചത്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 9 ഫിഗർ 1.2 ആണ് ഈ സർക്യൂട്ട്. വി ക്യാൻ എക്സാമിൻ കറണ്ട് ആൻഡ് വോൾട്ടേജ് ഇൻ ദാറ്റ് സർക്യൂട്ട്. വി ക്യാൻ മെഷർ ദ വോൾട്ടേജ് ബിറ്റ്വീൻ ദ എൻഡ്സ് ഓഫ് ദ റെസിസ്റ്റർ ആർ യൂസിങ് എ വോൾട്ട്മീറ്റർ വി ആൻഡ് കറണ്ട് ത്രൂ ഇറ്റ് യൂസിങ് ആൻ അമ്മീറ്റർ എ. നമുക്ക് ഈ റെസിസ്റ്ററിൻ്റെ വോൾട്ടേജ് ഒരു വോൾട്ട്മീറ്റർ വി ഉപയോഗിച്ച് മെഷർ ചെയ്യാം. കറണ്ട് ഈ റെസിസ്റ്ററിൽ കൂടെ പോകുന്ന കറണ്ട് ഒരു അമ്മീറ്റർ എ ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാം. ഇഫ് ദ അമ്മീറ്റർ ഷോസ് എ കറണ്ട് I ആംപിയർ ഓൺ അപ്ലൈയിങ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് B അക്രോസ് ദ റെസിസ്റ്റർ ഓഫ് റെസിസ്റ്റൻസ് R ഓം. അതായത് നമുക്ക് ഫിഗർ നോക്കിയാൽ മനസ്സിലാകും. റെസിസ്റ്റൻസ് R ഓമായ റെസിസ്റ്റർ ഉണ്ട് ഫിഗറിൽ. ക്യാപിറ്റൽ ആർ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ എൻഡ്സിൽ നമ്മളൊരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് വി. പിന്നെ കറണ്ട് മെഷർ ചെയ്യാൻ ഒരു അമ്മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് എ. അപ്പം 6 ഓം റെസിസ്റ്റൻസ് ഉള്ള റെസിസ്റ്ററിൽ കൂടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അമ്മീറ്റർ എന്ത് കാണിക്കും? അവിടെ I ആംപിയർ കറണ്ട് കാണിക്കും. സോ I ഈസ് ഈക്വൽ ടു Q/T. I എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട്. Q എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് ഫ്ലോസ് ത്രൂ ദാറ്റ് സർക്യൂട്ട്. ആ സർക്യൂട്ടിൽ കൂടെ പോകുന്ന കറണ്ടിൻ്റെ ക്വാണ്ടിറ്റി. T എന്ന് പറഞ്ഞാൽ ടൈം ഇൻ സെക്കൻഡ്സ്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 points will be 1 volt if 1 joule of work is done in moving 1 coulomb of charge from one point to the other, which means ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് 1 കൂളം ചാർജ് മൂവ് ചെയ്യാൻ 1 ജൂളാണ് അവിടുത്തെ വർക്ക് ഡൺ എങ്കിൽ അവിടെ 2 പോയിൻറ്റ്സ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 വോൾട്ട് ആയിരിക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായില്ല എങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മടിക്കരുത്. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ആണ്. നമുക്കറിയാം 1 കൂളം ഓഫ് ചാർജ് 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ഒരു സർക്യൂട്ടിൽ കൂടെ മൂവ് ചെയ്യാൻ 1 ജൂൾ വർക്ക് വേണം. അങ്ങനെയാണെങ്കിൽ വർക്ക് W ടു ബി ഡൺ ടു മൂവ് 1 കൂളം ഓഫ് ചാർജ് അണ്ടർ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V വിൽ ബി W ഈസ് ഈക്വൽ ടു V ജൂൾസ് ആയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലായോ? 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ 1 കൂളം ഓഫ് ചാർജ് മൂവ് ചെയ്യാൻ വേണ്ടി 1 ജൂൾ ഓഫ് വർക്ക് ഡൺ വേണമെങ്കിൽ V വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ 1 കൂളം ഓഫ് ചാർജ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് W വർക്ക് ആണെങ്കിൽ അവിടുത്തെ W ഈസ് ഈക്വൽ ടു P ആയിരിക്കുമല്ലോ. W ഈസ് ഈക്വൽ ടു V. അത്രയും ജൂൾസ്. ദെർഫോർ വർക്ക് ടു ബി ഡൺ ടു മൂവ് എ ചാർജ് Q അണ്ടർ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്തായിരിക്കും അപ്പോൾ? അതായത് 1 കൂളം ഓഫ് ചാർജ് V പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ മൂവ് ചെയ്യാൻ വേണ്ടി W ഈസ് ഈക്വൽ ടു V ആണ് അവിടുത്തെ വർക്ക് ഡൺ എങ്കിൽ Q കൂളം ഓഫ് ചാർജ് V പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള വർക്ക് ഡൺ എന്തായിരിക്കും? W ഈസ് ഈക്വൽ ടു QV ആയിരിക്കത്തില്ലേ? ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഒരു കണ്ടക്ടറിൽ കൂടെ ഇലക്ട്രിക് ചാർജ് മൂവ് ചെയ്യാൻ വേണ്ട വർക്ക് ഡൺ ചെയ്യുന്നത് സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്ന ബാറ്ററി ആയിരിക്കുമല്ലോ. സോ ടൈം T സെക്കൻഡിൽ സർക്യൂട്ടിലേക്ക് ബാറ്ററി സപ്ലൈ ചെയ്യുന്ന പവർ എന്ന് പറയുന്നത് P ഈസ് ഈക്വൽ ടു W/T ആയിരിക്കും. നമുക്കറിയാം P പവർ, W വർക്ക് ഡണ്ണ്, T എന്ന് പറയുന്ന ടൈം. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 2. ഓൺ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇക്വേഷൻ നമ്പർ 1 in 2, അതായത് 2ലേക്ക് ഇക്വേഷൻ 1 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ
ഇക്വേഷൻ 1 എന്താ? W ഇസ് ഈക്വൽ ടു ക്യു വി അല്ലേ? അപ്പോൾ ഡബ്ല്യൂയുടെ സ്ഥാനത്തേക്ക് നമ്മൾ ക്യു വി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇക്വേഷൻ എന്തായിരിക്കും? P ഇസ് ഈക്വൽ ടു ക്യു ഇൻറ്റു വി ബൈ ടി അല്ലെങ്കിൽ വി ഇൻറ്റു ക്യു ബൈ ടി ആയിരിക്കുമല്ലോ. നമ്മൾ നേരത്തെ പഠിച്ചു I ഈസ് ഈക്വൽ ടു ക്യു ബൈ ടി എന്ന്. അപ്പോൾ P ഈസ് ഈക്വൽ ടു വി ഐ എന്ന് വരുമല്ലോ. I ഈസ് ഈക്വൽ ടു ക്യു ബൈ ടി ആണെങ്കിൽ ക്യു ബൈ ടി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ ഇക്വേഷനിലോട്ട്. അപ്പം P ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ക്യു ബൈ ടി എന്ന് പറയുന്ന ഇക്വേഷൻ P ഈസ് ഈക്വൽ ടു വി ഐ എന്ന് വരത്തില്ലേ? അതായത് ക്യു ബൈ ടിയെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവിടെ ഐ ആക്കി. അപ്പോൾ P ഈസ് ഈക്വൽ ടു വി ഐ എന്ന് വരുമല്ലോ. അപ്പം ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. എനർജി സപ്ലൈഡ് ബൈ ദ ബാറ്ററി ടു ദ സർക്യൂട്ട് ഇൻ ടി സെക്കൻഡ്സ്. ടി സെക്കൻഡ്സിൽ സർക്യൂട്ടിലേക്ക് ബാറ്ററി സപ്ലൈ ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് PT ആയിരിക്കും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 4. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് 4 ഇൻ ഇക്വേഷൻ 3. ഇക്വേഷൻ 3 നമ്മൾ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താലോ? ഇക്വേഷൻ 3 എന്താ? P ഈസ് ഈക്വൽ ടു വി ഐ. സോ PT ഈസ് ഈക്വൽ ടു വി ഐ ടി. അതായത് PTയിൽ പിയുടെ സ്ഥാനത്ത് നമ്മൾ P ഈസ് ഈക്വൽ ടു വി ഐയിൽ വി ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇക്വേഷൻ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പം PT ഈസ് ഈക്വൽ ടു വി ഐ ടി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 5. സർക്യൂട്ടിലോട്ട് ബാറ്ററി ഒരു ഇലക്ട്രിക്കൽ എനർജി കടത്തി വിടുമ്പോഴാണ് ആ സർക്യൂട്ടിലെ നിക്രോം വയർ ഈ ഇലക്ട്രിക്കൽ എനർജി പിന്നീട് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് പറയാം H ഈസ് ഈക്വൽ ടു വി ഐ ടി എന്ന്. അതായത് PT ഈസ് ഈക്വൽ ടു വി ഐ ടി നമ്മൾ പറഞ്ഞില്ല. ആ പവർ ബാറ്ററി സപ്ലൈ ചെയ്യുന്ന എനർജി അല്ലേ PT. അപ്പം PT ഈസ് ഈക്വൽ ടു വി ഐ ടി നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ഈ എനർജിയാണ്, ഈ ഇലക്ട്രിക്കൽ എനർജിയാണ് പിന്നീട് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈസിലി പറയാമല്ലോ H ഈസ് ഈക്വൽ ടു വി ഐ ടി എന്ന്. അതും ഒരു ഇക്വേഷനാണ്. ഓർത്തിരിക്കുക, മുമ്പോട്ടുള്ള കണക്കുകളൊക്കെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷനും യൂസ് ചെയ്യേണ്ടി വരും. നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിനനുസരിച്ച് സർക്യൂട്ടിൽ കറണ്ട് അവൈലബിൾ ആകുമ്പോഴാണ് അവിടെ ഹീറ്റ് ഡെവലപ്പ് ആകുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി, അത് ബാറ്ററി വഴി നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി ഈ റെസിസ്റ്റൻസിൻ്റെ കൂടുതൽ കാരണം, അതായത് ഹൈ റെസിസ്റ്റൻസ് കാരണം പിന്നീട് അത് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് സോ വൈ ഡിഡ് ദ നിക്രോം വയർ ഇൻ ദ സർക്യൂട്ട് എലോൺ ബിക്കം റെഡ് ഹോട്ട്? എന്തുകൊണ്ടാണ് ഈ സർക്യൂട്ടിലെ നിക്രോം വയർ മാത്രം റെഡ് ഹോട്ടായിട്ട് കാണപ്പെടുന്നതെന്ന്. അപ്പം നമുക്ക് ചെക്ക് ചെയ്യാം. ദ ഇൻഫ്ലുവൻസ് ഓഫ് റെസിസ്റ്റൻസ് ഇൻ ചേഞ്ചിങ് ദ ഇലക്ട്രിക്കൽ എനർജി ഇൻ ടു ഹീറ്റ് എനർജി. ഈ ഇലക്ട്രിക് എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള റെസിസ്റ്റൻസിൻ്റെ ഇൻഫ്ലുവൻസ് എപ്പോഴൊക്കെയാണ് ഈ റെസിസ്റ്റൻസ് ഇലക്ട്രിക് എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ഓംസ് ലോ നമുക്കറിയാം V ഈസ് ഈക്വൽ ടു IR ആണെന്ന്. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 5. ഈ 5 എന്ന ഇക്വേഷൻ നമുക്ക് H ഈസ് ഈക്വൽ ടു വി ഐ ടി ഇല്ല, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഇക്വേഷൻ, അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ H ഈസ് ഈക്വൽ ടു വിയുടെ സ്ഥാനത്ത് നമുക്ക് IR എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. IR ഇൻറ്റു IT. സോ H ഈസ് ഈക്വൽ ടു I ഇൻറ്റു I സ്ക്വയർ RT. H ഈസ് ഈക്വൽ ടു I സ്ക്വയർഡ് RT എന്ന് നമുക്ക് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, അതായത് ഹൈ റെസിസ്റ്റൻസ് ഉള്ള വയേഴ്സിനാണ് നമുക്ക് ഹീറ്റ് കൺവേർട്ട് ഈസിലി ഇലക്ട്രിക്കൽ എനർജി പെട്ടെന്ന് ഒരുപാട് ഹോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതും റെഡ് ഹോട്ട് ആവുന്നതും. അപ്പോൾ ആ ഒരു സർക്യൂട്ടിൽ ഹൈ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ നിക്രോം വയറിന് മാത്രമാണ്. അതുകൊണ്ടാണ് ഈ നിക്രോം വയർ എലോൺ റെഡ് ഹോട്ടായിട്ട് കാണപ്പെടുന്നത്. The process by which heat is developed in a circuit on passing current through it is known as Joule's heating or ohmic heating. അതായത് സർക്യൂട്ടിലെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് ഡെവലപ്പ് ആകുന്നു എങ്കിൽ അതിനെയാണ് ജൂൾസ് ഹീറ്റിംഗ് അല്ലെങ്കിൽ ഓമിക് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഹീറ്റ് ഡെവലപ്ഡ് വെൻ എ കറണ്ട് പാസ് ത്രൂ എ കണ്ടക്ടർ? അതായത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ്, ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അവിടെ ഹീറ്റ് ഡെവലപ്പ് ആവുന്നെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം അതിൻ്റെ ആൻസേഴ്സ്. ഇലക്ട്രിക് കറണ്ട്, റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ആൻഡ് ടൈം ഓഫ് കറണ്ട് ഫ്ലോ. സർക്യൂട്ടിൽ കൂടെ പോകുന്ന കറണ്ട് ഹൈ ആവുമ്പോൾ ഹീറ്റ് ജനറേഷനും ഓൾസോ ഹൈ ആയിരിക്കും. അതായത് കറണ്ട് കൂടുകയാണെങ്കിൽ ഹീറ്റും കൂടുതലായിരിക്കും, ഉണ്ടാകുന്ന ഹീറ്റും കൂടുതലായിരിക്കും. ഓൾസോ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടറും ഹൈ ആവുമ്പോൾ ഹീറ്റ് മോർ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് റെസിസ്റ്റൻസ് കൂടുമ്പോഴും ഹീറ്റ് കൂടും. ഓൾസോ ദ ലോങ്ങർ ദ ടൈം
ദ എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഈസ് ഓൾസോ ഹൈ. അതായത് ടൈമും സർക്യൂട്ടിൽ പോകുന്ന ടൈമും സർക്യൂട്ടിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്ന ടൈം കൂടുന്തോറും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും കൂടും. അതായത് മൂന്നും ഇലക്ട്രിക് കറണ്ട്, റെസിസ്റ്റൻസും ടൈമും കൂടുന്നതിനനുസരിച്ച് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും കൂടും. സോ ഇത് മൂന്നും ഹീറ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് പോകാം. ജൂൾസ് ലോയ. ജൂൾസ് ലോ ഓർക്കുമ്പോൾ ഈസിലി ഓർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ആ ഇക്വേഷൻ ഓർത്തിരിക്കുക. H is equal to I²RT. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഡിറൈവ് ചെയ്തെടുത്ത ഇക്വേഷൻ. സോ H പ്രൊപ്പോർഷണൽ ടു I²RT എന്ന് ഓർത്തിരിക്കുക. ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ജൂൾസ് ലോ ഡിഫൈൻ ചെയ്യാം. ദ ഹീറ്റ് ജനറേറ്റഡ് in a current carrying conductor is directly proportional to the product of the square of the current I in the conductor, the resistance of the conductor R, and the time t of flow of current. അതായത് H ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I²RT. അതായത് ഒരു കണ്ടക്ടറിൽ കൂടെ, കറണ്ട് കാരിങ് കണ്ടക്ടറിൽ കൂടെ ഒരു ഹീറ്റ് ജനറേറ്റ് ആവുന്ന എപ്പോഴായിരിക്കണം? അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് അതിൻ്റെ പ്രൊഡക്റ്റ് ഓഫ് ദ സ്ക്വയർ ഓഫ് ദ കറണ്ട് I, അതായത് I², പ്രൊഡക്റ്റ് ഓഫ് ദ സ്ക്വയർ ഓഫ് ദ കറണ്ട് I, റെസിസ്റ്റൻസ് R, T. അതായത് ഈ ഐൻ്റെയും ആറിൻ്റെയും ടിയുടെയും പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് ഐൻ്റെ സ്ക്വയറിനും റെസിസ്റ്റൻസിനും ടി ടൈമിനും പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ഹീറ്റ് എന്ന്. H ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I²RT. ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഇക്വേഷൻ യൂസ് ചെയ്ത് പറഞ്ഞത്. H is equal to I²RT. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, ഈ ഹീറ്റ് എന്ന് പറയുന്നത് ടൈമിനും റെസിസ്റ്റൻസിനും കറണ്ടിനും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണെന്ന് പറഞ്ഞല്ലോ. I കൂടുമ്പം Hഉം കൂടും, R കൂടുമ്പോഴും H കൂടും, T കൂടുമ്പോഴും H കൂടും. അതാണ് ഞാൻ പറഞ്ഞത്. H എന്ന് പറയുന്ന ഹീറ്റ് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് ഐക്കും ആറിനും ടിക്കും, അതായത് കറണ്ടിനും റെസിസ്റ്റൻസിനും ടൈമിനും. സോ H ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I²RT മീൻസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ സ്ക്വയർ ഓഫ് ദ കറണ്ട് I ആൻഡ് റെസിസ്റ്റൻസ് ടൈം T, I²RT. ദാറ്റ് ഈസ് H പ്രൊപ്പോർഷണൽ ടു I²RT. ഇതാണ് ജൂൾസ് ലോ. ഇതിൻ്റെയൊക്കെ യൂണിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ I ഈസ് ദ കറണ്ട് ഇൻ ആംപിയർ. ഐയുടെ കറണ്ട് എന്ന് പറയുന്നത് നമ്മൾ ആംപിയറിലായിരിക്കും മെഷർ ചെയ്യുക. R ഇസ് എ റെസിസ്റ്റൻസ്, അത് നമ്മൾ മെഷർ ചെയ്യുന്ന ഓമിലായിരിക്കും. ആൻഡ് T ഇസ് എ ടൈം, അത് നമ്മൾ മെഷർ ചെയ്യുക സെക്കൻഡ്സിലായിരിക്കും. അപ്പോൾ ഇന്ന് ഈ ക്ലാസ് നമുക്കിവിടെ വെച്ച് നിർത്താം. കണ്ടിന്യൂസ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ പ്രോബ്ലംസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതുവരെ കേട്ട ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. ഞാൻ ആൻസർ ചെയ്യാം. താങ്ക് യു.